ശാരീരികമായ പ്രശ്നം. എന്താ ശാരീരികമായ പ്രശ്നം? ശാരീരികമായ പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യമാരെ ഒളിച്ചോടുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദി ഭർത്താക്കന്മാരാണ്. ഭർത്തൃമതികളായ പെണ്ണുങ്ങൾ എന്തുകൊണ്ട് 1, 2, 3 മക്കളുള്ളതൊക്കെ ഓടിപ്പോവാൻ? എന്താ കാരണം? അതിന് ഉത്തരവാദി ആരാണ്? ഭർത്താക്കന്മാര് തന്നെയാണ്. 3 കാര്യം. 1, സ്നേഹം. 2, എന്റെ ഭർത്താവ് എന്റെ കാര്യങ്ങൾ മുഴുവനും ചെയ്തു തരാൻ യോഗ്യനാണെന്ന് പെണ്ണുങ്ങൾക്ക് ഭാര്യമാർക്കുള്ള തോന്നൽ. 2, 3, ആ ഭാര്യയുടെ ശാരീരികമായ എല്ലാ ഹക്കുകളും പൂർത്തീകരിക്കുന്നവനായിരിക്കണം ഭർത്താവ്. ഇതാണ് പെണ്ണിന്റെ ഒരു സൈക്കോളജി, മനഃശാസ്ത്രം. 1, ഭർത്താവ് സ്നേഹം കൊടുക്കണം. സ്നേഹിക്കുന്ന ഭർത്താവിനെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്. സ്നേഹം അവരാഗ്രഹിക്കുന്നതാണ്. 1. 2 എന്താ? എന്റെ ഭർത്താവ് എന്റെ കാര്യങ്ങൾ മുഴുവനും, കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവനും നടത്തിത്തരാൻ യോഗ്യനാണ് എന്റെ ഭർത്താവ്. എന്റെ റോൾ മോഡൽ എന്റെ ഭർത്താവാണ്. 3, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന തന്റെ ശാരീരികമായ ഹക്കുകൾ പൂർത്തീകരിക്കുക. ഇത് 3 ഉണ്ടെങ്കിൽ ഒരൊറ്റ പെണ്ണ് ഒളിച്ചോടൂല. ഒരു പ്രായമായ ഉമ്മമാരും ഒളിച്ചോടൂല. ഇന്നേവരെ ഭാര്യയുടെ മുഖത്ത് ഒന്ന് നോക്കിയിട്ട് എത്ര കാലമായി? ഭാര്യയുടെ മുഖത്ത് എത്ര പുള്ളികളുണ്ട്, വരയുണ്ടെന്ന് നോക്കിയിട്ട് എത്ര കാലമായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനും ഭാര്യയും ഭർത്താവ് മുഖത്തോട് മുഖം നോക്കിയാൽ നദറല്ലാഹു ഇലൈഹിമാ നദറത റഹ്മ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര കാലമായി ഭാര്യയുടെ മുഖത്ത് ഒന്ന് ആസ്വദിച്ചു നോക്കിയിട്ട് എത്ര കാലമായി? ചിന്തിക്കണം. എത്ര പുള്ളിയുണ്ട്, എത്ര വരയുണ്ടെന്ന്, എത്ര കോമയുണ്ടെന്ന്, എത്ര കുരുക്കളുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്നേഹത്തോടെ സംസാരിക്കാൻ എത്ര കാലമായി? സ്നേഹം കിട്ടിയില്ല എങ്കിൽ സ്നേഹം കിട്ടുന്നവരുമായിട്ട് അവർ ഒളിച്ചോളിപ്പോയി. ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിക്കൽ കറാഹത്താണ്. ദീനിന്റെ കാര്യമോ മജ്ലിസോ ദുആകളോ ദിക്റോ അല്ലാതെ ദുനിയാവിന്റെ കാര്യമായി ചർച്ച നടത്തൽ കറാഹത്താണ്. എന്തിന്? നമസ്കാരത്തിന് ശേഷം, ഇശായ്ക്ക് ശേഷം പെട്ടെന്ന് കിടന്നേക്കണം, ബെഡിലേക്ക് പോകണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ ഹദീസുർ റജുലി ഇംറഅതഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു ഭാര്യയോടുള്ള സ്നേഹത്തിന് വേണ്ടി സംസാരിക്കൽ രാത്രി പാതിരാ സമയം കുഴപ്പമില്ല. ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പരസ്പരം 12 മണി വരെ 1 മണി വരെ ഒക്കെ സംസാരിച്ച് കുഴപ്പമില്ല. സുബഹി വരെ നിൽക്കരുത്. സുബഹി വരെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യയുടെ സന്തോഷമല്ലേ. അങ്ങനെ ബീഹാരി രാവിലെ അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തെക്കാളേറെ നമസ്കാരമാണ് പ്രധാനം. അപ്പൊ മൊയ്ലിയാരെ ഞങ്ങൾ ഉറങ്ങിയില്ല, പിന്നെന്താ കുഴപ്പം? ആ അവസ്ഥയിലേക്ക് പോരുന്നു. രാത്രി 12 മണി വരെ സംസാരിച്ചോ ഭാര്യ ഭർത്താവ് സ്നേഹത്തിന് വേണ്ടി, അതല്ലാതെ കണ്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്നേഹത്തോടെയുള്ള വായ്പ. അതേപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകമാണ് ശാരീരികമായ ഹക്ക് പുലർത്തേണ്ടത്. ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. 3 വർഷം 5 വർഷം 4 വർഷം ഗൾഫിൽ പോയി കിടക്കുകയാണ്. എന്താണ് ഇതിലേക്ക്? ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നാട്ടിലുണ്ടെങ്കിൽ തന്നെ വീട്ടിലുണ്ടെങ്കിൽ തന്നെയും ഭാര്യമാരുമായിട്ട് ഹക്ക് പുലർത്തുന്നില്ല. സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയം ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ഒരു പെണ്ണ് ഒരു ചെറ്റക്കൂരയിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടി. ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയാണ്. تطاول هذا الليل واسود جانبه وأراقني إلا خليلا ألاعب فوالله لولا الله أني أراقب تحرك من هذا السرير جوانب. ഈ പെണ്ണിന്റെ ആ പാട്ടെന്നറിയാവോ? ഈ ഇരുളിന് എത്ര, ഈ രാത്രിക്ക് എന്തൊരു ദൈർഘ്യമാണ്. ഇതൊന്നും രാവിലെ ആകുന്നില്ലല്ലോ, സുബഹിയാകുന്നില്ലല്ലോ. ഇതെന്തൊരു ദൈർഘ്യമാണ്. എന്റെ മണിയറയിൽ കിടക്കേണ്ട എന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലല്ലോ. അയാൾ കച്ചവടത്തിന് വിദേശത്തേക്ക് പോവുകയാണ്. നാളുകളായി വന്നിട്ട് അവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. فوالله لولا الله أني أراقب
അല്ല എന്നെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ തഹറക മിൻ ഹാദാ സരീരി ജവാനിബൂ, ഈ നാട്ടിലെ യുവകോമളന്മാർ എന്റെ കട്ടിലിനെ ചലിപ്പിച്ചേനെ, എന്റെ ആ നാട്ടിലെ യുവകോമളന്മാരെ കൊണ്ട് ഈ കട്ടിൽ ഞാൻ ചലിപ്പിക്കുമായിരുന്നു എന്ന് ഈ പെണ്ണ് പാടുകയാണ്. അള്ളാഹ് എന്നെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ്. കാര്യം കെട്ടിയോ പോയിരിക്കുകയാണ്, കച്ചവടത്തിന് ആളുകളായി. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു തആല ആ വീട്ടിലേക്കല്ല പോയത്, നേരെ മുത്ത് ഹബീബിന്റെ ഭാര്യയായ തന്റെ മകളായ ഹഫ്സ ബീബിയുടെ അടുക്കലേക്ക് പോയി. ഹഫ്സയോട് ചോദിച്ചു, അല്ലയോ ഹഫ്സ, കം അക്സറു മാ തസ്ബിറു അൽ മർഅതു അൻ സൗജിഹാ, ഹഫ്സ, ഒരു ഭാര്യ ഭർത്താവില്ലാതെ എത്ര കാലം ക്ഷമിച്ചു കഴിയും? പറ, എത്ര കാലം ക്ഷമിച്ചു പറയും? ഹഫ്സ ബീബി പറഞ്ഞു, സിത്ത ഔ അർബഅ അശ്ഹുരി, 4 മാസമോ അങ്ങേയറ്റം 6 മാസമോ, അതിനപ്പുറം ഒരു പെണ്ണും ക്ഷമിക്കൂല ഭർത്താവില്ലാതെ. പിന്നെ പിറ്റേ ദിവസം ഫത്വ പുറപ്പെടുവിച്ചു, ഈ നാടിനെ കാക്കുന്ന ഭടന്മാരാണെങ്കിൽ പോലും 4 മാസത്തിൽ കൂടുതൽ വീട്ടിൽ പോയി 4 മാസം കഴിഞ്ഞ പിന്നെ വീട്ടിലേക്ക് പോകണം എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല